എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഒരു 2 ദിവസമായി ഇപ്പോൾ പത്രത്തിൽ നമുക്ക് പ്രധാനമായി കാണുന്ന വാർത്തകൾ അടിയന്തരാവസ്ഥക്കാലത്ത് പീഡനം ഏറ്റവരെക്കുറിച്ചും അല്ലെങ്കിൽ ജയിലിലായവരെക്കുറിച്ചും ഒക്കെയാണ് ആൾക്കാർ എഴുതിവിടുന്നത്. എന്നാൽ ഇതിലെത്ര പേർ യഥാർത്ഥത്തിൽ പീഡനത്തിൽ ഇരയായവരാണ്, എത്ര പേർ ജയിലിൽ അടയ്ക്കപ്പെട്ടു എന്ന് വ്യക്തമായ കണക്കുകളൊന്നുമില്ല. ഈ പത്രത്തിൽ വാർത്തകൾ പടച്ചുവിടുന്നവർ, കുറിപ്പുകൾ എഴുതുന്നവർ, ഇവരിൽ എത്ര പേർ യഥാർത്ഥത്തിൽ ജയിലിൽ പോയെന്ന് നമുക്കറിയില്ല. അവർ പറയുന്നു ഇപ്പോൾ വർഷങ്ങൾ കുറച്ചായി. ഈ നിലമ്പൂർ ഇലക്ഷൻ കഴിഞ്ഞു. ഈ നിലമ്പൂർ ഇലക്ഷനിൽ ഇതിന് വലിയ പ്രാധാന്യമില്ലാതെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഇതാണിപ്പോൾ സബ്ജക്റ്റായിട്ട് എടുത്തിരിക്കുന്നത്. അതിൽ പ്രധാനമായി ഇപ്പോഴത്തെ ഭരണപക്ഷി ഇപ്പോൾ LDFന് പ്രത്യേകിച്ച് ഒരു സബ്ജക്റ്റൊന്നും ഇപ്പോൾ ഇല്ല. അവരിപ്പോൾ ചെറിയ അപ്പോഴാണ് ഇപ്പോൾ ഈ ഇങ്ങനെയുള്ള ഈ അടിയന്തരാവസ്ഥയുടെ ഒരു സമയം ദിവസങ്ങളായത്. അപ്പോൾ അതിൽ 2, 3, 4 ദിവസം അതിൽ ഈ പ്രസ്താവനകളൊക്കെ ആയിട്ട് നടക്കാം. കാരണം ഈ നിലമ്പൂരിനെ കുറിച്ചൊന്നും പറയാനില്ല. അതുകൊണ്ട് നമുക്കൊരു 1-2 ദിവസം കൂടി സഹിക്കേണ്ടി വരും. അടിയന്തരാവസ്ഥയെ നമ്മളാരും പ്രത്യേകിച്ച് ഞാൻ 100% ശരിയെന്ന് പറയുന്നില്ല. പക്ഷേ അന്നത്തെ സാഹചര്യം അനുസരിച്ച് അന്ന് ഭരണകർത്താക്കൾക്ക് അത് ചെയ്യേണ്ടി വന്നു. യഥാർത്ഥത്തിൽ എന്താണെന്ന് നമ്മളൊന്ന് ചരിത്രത്തിലോട്ട് പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇനി അടുത്തതെന്ന് പ്രധാനമായിട്ടുള്ളത് നമ്മുടെ പ്രധാനപ്പെട്ട ശശി തരൂർ MP-യെക്കുറിച്ചാണ്. ഈ BJPക്കാർക്ക് ഇപ്പോൾ ഉള്ള ഒരു പ്രധാന ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ പേരിൽ ഒരു സംഘത്തെ നിയോഗിച്ച് അതിൻ്റെ തലപ്പത്ത് ശ്രീ ശശി തരൂറിനെ നിയമിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രൂപ്പ് കുറച്ച് രാജ്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്ത് വന്നു. അപ്പോൾ അതിൽ എന്ത് നേട്ടവും ഉണ്ടായി എന്ന് നമുക്കറിയില്ല. ഇനി അത് അവർ വ്യക്തമാക്കി പറയുമായിരിക്കും. എന്തായിരുന്നാലും മോദിക്ക് ഒരു കോൺഗ്രസ് MP-യെ അതിൻ്റെ തലപ്പത്ത് അയക്കാൻ സാധിച്ചതിൽ നമ്മൾ സന്തോഷിക്കണം. അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും ഈ പൊളിറ്റിക്കൽ സയൻസ് വെച്ച് നോക്കുമ്പോൾ കോൺഗ്രസ്സിൽ നിന്നാണ് തരൂറിന് ഈ ലോക്കൽ പൊളിറ്റിക്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റിയത്. അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു പൊളിറ്റീഷ്യൻ അല്ല. അദ്ദേഹം ഒരു വിദ്യാസമ്പന്നനാണ്. അദ്ദേഹം ഒത്തിരി ബുക്കുകളൊക്കെ രചിച്ചിട്ടുള്ള ആളാണ്. കോളേജുകളിൽ സ്റ്റുഡൻസിന് നല്ല രീതിയിൽ ക്ലാസ് എടുക്കുന്നതാണ്. അങ്ങനെ പിന്നെ അണ്ടർ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. പുറം രാജ്യങ്ങളെക്കുറിച്ച് ഒരുവിധം അദ്ദേഹത്തിന് വിവരങ്ങളുണ്ട്. നല്ല വിവരങ്ങൾ പുറം രാജ്യങ്ങളെക്കുറിച്ച് അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം പ്രധാനമന്ത്രി അദ്ദേഹത്തെ ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമാക്കി പുറം രാജ്യങ്ങൾ അയച്ചത്. ഇനി എന്തായിരുന്നാലും ഇദ്ദേഹം മുമ്പ് നരേന്ദ്രമോദിയെക്കുറിച്ചൊരു പുസ്തകമൊക്കെ എഴുതാൻ നരേന്ദ്രമോദിയെ അദ്ദേഹത്തിൻ്റെ ഇന്നെഫിഷ്യൻസിയെക്കുറിച്ചൊക്കെ അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്നുള്ള കാര്യമാണ്. എന്നാൽ അദ്ദേഹം ഇപ്പോൾ ഈ നരേന്ദ്രമോദിയെക്കുറിച്ച് ഒരുപാട് നല്ല രീതിയിലുള്ള ഒരു അപ്രിസിയേഷൻസാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നല്ലത് തന്നെ. അദ്ദേഹം രാജ്യത്തിൻ്റെ ഒരു പ്രധാനമന്ത്രിയാണ്. ഇനി ഈയിടയ്ക്ക് നമ്മുടെ പ്രധാനമന്ത്രി സൈപ്രസ് സന്ദർശിച്ചു. ആക്ച്വലി ഐ എം വെരി ഹാപ്പി. വളരെ സന്തോഷമുള്ള കാര്യമാണ്. സൈപ്രസ് ഒരു കുഞ്ഞു രാജ്യമാണ്. അത് ഗ്രീസിനൊപ്പമായിരുന്നു. ആ ഗ്രീസിൽ നിന്ന് അവർക്ക് ഒരു ഇൻഡിപെൻഡൻസി കൊടുത്തു. അപ്പോൾ ഈ സൈപ്രസും
തുർക്കിയുമായിട്ട് യുദ്ധമുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് സൈപ്രസിനെ ഫ്രീ ആക്കി. അതിൻ്റെ കുറച്ച് ഭാഗം ഈ തുർക്കി ഇപ്പോൾ ഓക്യുപ്പൈ ചെയ്തിരിക്കുന്നു. അതിൻ്റെ അടുത്താണ് നിക്കോഷ്യ വന്ന് ഈ സൈപ്രസിൻ്റെ ക്യാപിറ്റലാണ്. കാരണം ഞാൻ സൈപ്രസിൽ കുറച്ച് നാൾ എൻ്റെ ഒരു ബിസിനസ് കാര്യമായിട്ടൊക്കെ അറിയാം. എനിക്ക് അവിടുത്തെ ഒരു സിറ്റുവേഷനൊക്കെ അറിയാം. കുഞ്ഞൊരു രാജ്യമാണ്. കഷ്ടിച്ച് നമ്മുടെ മലപ്പുറം ഡിസ്ട്രിക്റ്റിന് അത്ര വലിപ്പമേ കഷ്ടിച്ചുള്ളൂ. വേണ്ടി വന്ന ശകലം കൂടെ കൂടുതൽ. നല്ല സുന്ദരമായൊരു സ്ഥലമാണ്. വെരി ഗുഡ് ടൂറിസ്റ്റ് കേന്ദ്രമാണ്. അത് ഈ USSR, അതായത് പഴയ സോവിയറ്റ് റഷ്യ, അവിടെ വിഭജനമൊക്കെ നടന്നപ്പോൾ അവിടെ നിന്ന് ഒത്തിരി ആൾക്കാർ ഈ സൈപ്രസിൽ വന്നു സെറ്റിലായി. അവിടുത്തെ ബിസിനസ്സും ഇതൊക്കെ അവർ ഹോൾഡ് ചെയ്തു. പാഫോസ് എന്ന് പറഞ്ഞൊരു സിറ്റി, 2-3 ചെറിയ സിറ്റികൾ, പാഫോസ്, ലിമോസോൾ, ഒരു വടികൾ, ലാർണക്ക, നിക്കോഷ്യ ഈസ് ദ ക്യാപിറ്റൽ. ഇപ്പോൾ ഈ നിക്കോഷ്യയിൽ നിന്നാണ് ഈ തുർക്കി, അതായത് ഈ സൈപ്രസ് ഓക്യുപ്പൈഡ് ഏരിയ, തുർക്കി ഓക്യുപ്പൈ ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്കുള്ള ഓടികൾ ഈ വെള്ളവും വൈദ്യുതിയൊക്കെ കൊടുക്കുന്നത്. കാരണം അവർ സിപ്രിയോസ് തന്നെയാണ് അവിടെ. ഈ സൈപ്രസിലുള്ളവർ സിപ്രിയോസ് എന്നാണ് പറയുക. ഈ സിപ്രിയോസ് അവരുടെ ബന്ധുക്കളൊക്കെ ഉണ്ട്. ഈ മെയിൻ ലാൻഡിൽ ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാറുണ്ട് ചില സമയങ്ങളിൽ. എനിവേ, വളരെ അടുത്താണ്. നമുക്ക് യഥാർത്ഥത്തിൽ സൈപ്രസിൽ ഒരു ഫുഡിങ്സ് അത്യാവശ്യമാണ്. കാരണം ഈ തുർക്കി എപ്പോഴും നമ്മൾ ഈ പാകിസ്ഥാനുമായിട്ട് ചേർന്ന് നമ്മളെപ്പോഴും ഈ ഒരു ചൊറിയുന്നൊരു ഏർപ്പാടുണ്ട്. അപ്പോൾ അതിന് ഡിഫൻസ് വൈസ്, പൊളിറ്റിക്കൽ വൈസ് നമുക്കൊരു ഫുഡിങ് ഉണ്ടാകും. നല്ലതാണ്. ഐ അപ്രീഷിയേറ്റ് അവർ പ്രൈം മിനിസ്റ്റർ. അവിടെ എത്തിപ്പെട്ട് അവരൊക്കെ മീറ്റ് ചെയ്തതിലൊക്കെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അതൊരു കണ്ടിന്യൂറ്റി അവിടെ ഉണ്ടാകണം. നമ്മൾ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാകണം, നല്ലതായിട്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഈ കേരളത്തിൻ്റെ ചെറിയൊരു കണ്ടീഷൻ നോക്കുമ്പോൾ, ഇപ്പോൾ നമ്മുടെ കേരള ഗവർണറും നമ്മുടെ ഭരണപക്ഷവും തമ്മിൽ ചെറിയൊരു ബുദ്ധിമുട്ടിലൊക്കെയാണ്. നമ്മുടെ ഗവർണർ അദ്ദേഹം ഒരു ഭാരതാംബയുടെ ഒരു ഫോട്ടോയൊക്കെ വെച്ച് അതിൽ തിരികൊളുത്തിയും പുഷ്പാർച്ചന നടത്തണം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം യഥാർത്ഥത്തിൽ ഗവർണറാണ്. ഗവർണറെന്ന് പറഞ്ഞാൽ അത് ഒരു വലിയൊരു സ്ഥാനം അർഹിക്കുന്നതാണ്. അതിൻ്റെ ഒരു ഒരു വിർജിനിറ്റി ഉണ്ട്. ഗവർണറിൻ്റെ ഒരു സ്ഥാനമുണ്ട്. അതിന് അദ്ദേഹം ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെച്ചെങ്കിൽ നന്നായിരിക്കും. ഇത് ഓരോ വ്യക്തികളും ഓരോ പാർട്ടിക്കാരും വന്നു കഴിഞ്ഞാൽ ഓരോ പടം വെച്ച് അതിന് ഭാരതാംബയെന്ന് പേര് കൊടുക്കിയതൊക്കെ ആക്ച്വലി അത് ഒരു അത്ര യോഗ്യമായ ഒരു കാര്യമല്ല. നമ്മുടെ ഭാരതമാത എന്ന ഇഷ്ടമൊക്കെ എല്ലാം അറിയാം. അതിപ്പം നമ്മൾ ഈ ഭാരതമാത എന്നുള്ള നമ്മുടെ ഒരു പടത്തിൽ കൂടി നമ്മളാരും കണ്ടിട്ടില്ല. ഇദ്ദേഹം ഇപ്പോൾ ആൾക്കാരിപ്പോൾ അതൊരു പടമൊക്കെ വെച്ച് ഒരു വേറൊരു സ്റ്റൈലിലോട്ട് കൊണ്ടുവരികയാണ്. ആക്ച്വലി ഇതൊരു അത്ര അഭികാമ്യമായിട്ടുള്ളൊരു കാര്യമല്ല. അതിന് ഗവർണറും ഈ മന്ത്രിസഭയും തമ്മിലൊക്കെ ഒരു മോശമായ സാഹചര്യം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഗവർണറും പറയുന്ന കേട്ടോ അദ്ദേഹം ജയിലിലൊക്കെ പോയിട്ടുണ്ട്, പാർട്ട് ഓഫ് ദെയർ രാഷ്ട്രീയത്തിൻ്റെ കാര്യമായിട്ടാണ്. അപ്പോൾ അദ്ദേഹം ചില സമയത്ത് ആ ഒരു ഗവർണർ എന്നുള്ളൊരു പൊസിഷൻ മറന്നു പോകുന്നു എന്നുള്ളൊരു തോന്നലും ഇല്ലാതില്ല. ഒന്ന്, അദ്ദേഹം നല്ല കഴിവുള്ളൊരു മനുഷ്യനാണ്, നല്ല വടികൾ ഒരു ഭരണ മികവുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ചില കഴിവുകളുണ്ട്. അത് നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്ത് തന്നെ ആകണം. അപ്പോൾ ഇനി നമുക്കൊരു 1-2 ദിവസം കൂടെ നമ്മളൊന്ന് സഹിക്കേണ്ടി വരും. ഇവിടുത്തെ ഈ ക്രൂരത ഏറ്റുവാങ്ങിയവർ, ജയിലിൽ പോയവർ, അതിൽ എത്ര പേര് ജയിലിൽ പോയി, എത്ര പേര് ഈ അടിയന്തരാവസ്ഥയിൽ ക്രൂര മർദ്ദനത്തിന് ഇരയായവർ അവർ തന്നെയാണോ ഈ പ്രസ്താവനകളൊക്കെ പത്രത്തിൽ കൊടുക്കുകയെന്ന് നമുക്കറിയില്ല. ഘോരം പ്രസംഗിക്കുകയാണ്, ഘോരം പ്രഖ്യാപനങ്ങൾ നടത്തട്ടെ. കാര്യം ഇപ്പോൾ വേറെ സബ്ജക്റ്റ് ഒന്നുമില്ല. ഇനി പുതിയ സബ്ജക്റ്റ് അടുത്ത ഇലക്ഷൻ വരെ കാത്തിരിക്കണം. പിന്നെ ശ്രീ ശശി തരൂർ ഇപ്പോൾ അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് വിട പറയുന്നതായിട്ടാണ് കേൾക്കുന്നത്. ഇപ്പോൾ അങ്ങോട്ട് മോദിയിലോട്ട് ലയിക്കാൻ പോകണം എന്തൊക്കെയോ പറഞ്ഞ് കേൾക്കുന്നു. അദ്ദേഹത്തിന് നല്ല സ്ഥാനം കിട്ടട്ടെ.
നമുക്ക് ഈ കോൺഗ്രസ്സുകാർക്ക് സന്തോഷിക്കാം. കാരണം കോൺഗ്രസ്സിൽ നിന്നാണല്ലോ അങ്ങോട്ട് പോയത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ബി ജെ പിയിലുള്ള ആൾക്കാർ ആൾമോസ്റ്റ് എല്ലാവരും അത് കോൺഗ്രസിൻ്റെ പ്രോഡക്റ്റുകളാണ്, അതായത് ബി ജെ പി പ്രോഡക്റ്റുകളാണ്. അതിനെക്കുറിച്ച് മേ ബി വെരി ഫ്യൂ പീപ്പിൾ, അല്ലാത്തവരെല്ലാം കോൺഗ്രസിൻ്റെ പ്രോഡക്റ്റാണ്. അതെല്ലാവർക്കും അറിയാം. ഈവൻ വാജ്പേയി ഇവരെല്ലാം കോൺഗ്രസ്സുകാരായിരുന്നു. അതുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളും നമുക്ക് കണ്ണടയ്ക്കേണ്ടി വരുന്നു. ഈ ഓരോരുത്തരും അവരുടേതായ നിലനിൽപ്പിന് വേണ്ടി പലതും കാണിക്കുന്നു. ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് അവരുടെ അന്നത്തെ സിറ്റുവേഷൻ വെച്ച്. എന്നാൽ അതുപോലെ അടിയന്തരാവസ്ഥ മറ്റു ചില രീതിയിൽ ഇവിടെ നടക്കാറുണ്ട്. നമുക്കിപ്പോഴും ബുദ്ധിമുട്ടില്ലാതില്ല. വേണമെങ്കിൽ അവർക്കൊരു അടിയന്തരാവസ്ഥ ചെയ്യേണ്ട സാഹചര്യം ഉണ്ട്, പക്ഷെ അത് ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് പാർട്ട് ഓഫ് ദ പോളിറ്റിക്സ്. എന്തും ആയിക്കോട്ടെ. സോ നമുക്ക് കാത്തിരുന്ന് കാണാം, സമാധാനമായിരിക്കുക. ആൻഡ് വിഷു നമ്മുടെ തരൂറിനെ നമ്മൾ വിഷ് ചെയ്യണം. അദ്ദേഹത്തിന് എവിടെയും പറക്കാം, അദ്ദേഹത്തിന് അതിനുള്ള ഫ്രീഡമുണ്ട്, അതിനുള്ള കഴിവുണ്ട്, കുഴപ്പമില്ല. കോൺഗ്രസ്സിൽ അങ്ങനൊക്കെ ഒരു ഫ്യൂച്ചറില്ലെന്ന് കരുതി കണക്ക് കൂട്ടിയിരിക്കാം. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം കുറച്ച് ഇപ്പോൾ ഈ നമ്മുടെ നരേന്ദ്രമോദി അവരുടെയൊക്കെ സ്തുതിച്ച് നടക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന് സ്തുതി പാടുകയാണ്. പക്ഷെ അങ്ങനെ എഴുതിയ ബുക്കിൽ നേരെ തിരിച്ചുമായിരുന്നു. എനിവേ, ലെറ്റ് ഇറ്റ് ബി, ഹാവ് എ നൈസ് ഡേ. നമ്മുടെ അദ്ദേഹം നല്ലൊരാളാണ്, കുഴപ്പക്കാരനല്ല. അദ്ദേഹത്തിന് നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുക. കാണാം വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ നമ്മുടെ ഈ പൊളിറ്റിക്സിനെയൊക്കെ കുറിച്ച് നമുക്ക് അറിയാൻ ശ്രമിക്കാം. കാണാം വീണ്ടും. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.